ഹലോ. അപ്പോൾ ഇന്ന് പുറത്ത് നല്ല മഴയായിട്ടോ. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഇന്ന് വടയും ചമ്മന്തിയൊക്കെ ഉണ്ടാക്കാമെന്ന് കേട്ടോ. വൈകിട്ട് ഇപ്പോൾ സമയം ഒരു 3 മണി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഉഴുന്നൊക്കെ വെള്ളത്തിട്ട് നേരത്തെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വെള്ളമൊന്നുമില്ലാതെ ഊറ്റി ഒരു പാത്രത്തിലോട്ട് ഇടുക കേട്ടോ. അപ്പം നമ്മുടെ അടുത്ത് മോളുണ്ട്. അപ്പോൾ എല്ലാവരും കൂടെ നിന്നാട്ടോ നമ്മളിത് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇന്ന് ഈവനിങ് സ്നാക്കായിട്ട് നമ്മൾ വടയും ചമ്മന്തിയും പിന്നെ നമ്മൾ ചായയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം ഡീറ്റെയിൽഡ് വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പം നമ്മൾ ആ ഉഴുന്ന് ഒന്ന് അരച്ചെടുക്കുക കേട്ടോ. നല്ല രീതിയിൽ, അതായത് ഒരു ക്രീമി ലുക്കിലാണ് നമ്മളിത് അരച്ചെടുക്കുന്നത്. അപ്പം നമ്മളുടെ ചെറിയ ജാറായതുകൊണ്ട് നമ്മൾ 2-3 തവണയായിട്ടാട്ടോ അരയ്ക്കുന്നത്. അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് നമ്മൾ അരച്ചെടുക്കേണ്ടത്. നല്ല ക്രീമി ആയിട്ട് നല്ല വടിവ് നല്ലതുപോലെയാണ് അത് അരച്ചെടുക്കുന്നത് കേട്ടോ. നമ്മൾ ബാക്കി വന്ന ഉഴുന്ന് വീണ്ടും നമ്മൾ രണ്ടാമത് ജാറിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് ചെറിയ ജാറായതുകൊണ്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പം നമ്മളിതെല്ലാം സ്പൂണിട്ട് നമ്മൾ വേറൊരു പാത്രത്തിലിട്ട് മാറ്റി. അപ്പം ഇനി നമ്മൾ ഇതിനകത്ത് ചേർക്കാൻ പോകുന്നതാണ് കേട്ടോ. ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. കുറച്ച് മല്ലിയിലയും കുറച്ച് കറിവേപ്പിലയും നമ്മൾ അരിഞ്ഞതിനകത്ത് ചേർക്കുന്നുണ്ട്. നല്ലൊരു ഫ്ലേവറിനാണ് കേട്ടോ ചേർക്കുന്നത്. നല്ല ടേസ്റ്റാണിത്. നമ്മൾ അരിഞ്ഞതിനകത്ത് ചേർത്തിട്ടുണ്ട്. ഇനി ആവശ്യമുള്ളത് പച്ചമുളകാണ് കേട്ടോ. നമ്മൾ ഇതിനകത്ത് വേണ്ടി നമ്മൾ എടുത്തിരിക്കുന്നത്, നമ്മളെ എരി അനുസരിച്ച് നമ്മൾ പച്ചമുളക് ഇതിലോട്ട് ആഡ് ചെയ്യണം. ഇപ്പോൾ ഞാൻ 2 വലിയ പച്ചമുളക് എടുത്തിട്ടുണ്ട്. നല്ല എരിയുള്ളൊരു പച്ചമുളകാണ്. 2 അതിൽ അരിഞ്ഞിട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മളിതിലേക്ക് ആവശ്യത്തിന് വേണ്ട നമ്മൾ അടുത്തൊരു പച്ചമുളകും കൂടി നമ്മൾ അരിഞ്ഞിട്ടിട്ടുണ്ട്. അവരൊരു ആവശ്യത്തിനുള്ള എരിവിന് വേണ്ടിയിട്ട് നമ്മളത് അരിഞ്ഞ് ചേർക്കാം. പിന്നെ വേണ്ട സവാളയാണ് കേട്ടോ. ഞാനിവിടെ ഇപ്പോൾ 2 സവാള എടുത്തിട്ടുണ്ട്. അത് ചെറിയ കൊത്തി അരിയുന്ന രൂപത്തിലാണ് നമ്മൾ ചെറിയ പീസുകളായിട്ട് നമ്മളിത് അരിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഒരെണ്ണം അരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു സവാള നമ്മൾ അരിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഓരോ നമ്മൾ എടുക്കുന്ന മാവിൻ്റെ അളവനുസരിച്ച് നമ്മൾ സവാള എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു സവാളയും കൂടെ നമ്മൾ ഇതിനകത്തോട്ട് അരിഞ്ഞ് ചേർക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ടോട്ടൽ 2 സവാള ഇതിനകത്ത് അരിഞ്ഞ് ചേർക്കുന്നു. അതും ചെറിയ പീസുകളെ കൊത്തി അരിയാണ് കേട്ടോ ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ അതും അരിഞ്ഞ് ചേർത്തിട്ടുണ്ട്. അപ്പം ഇനി ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് പെട്ടെന്ന് ഉണ്ടാക്കാം കേട്ടോ. നമുക്ക് ഒരുപാട് താമസമൊന്നും ഇല്ലാതെ തന്നെ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന സ്നാക്കാണ് കേട്ടോ വട. അപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണല്ലോ. അപ്പം ഇന്ന് നമ്മളുടെ വീട്ടിലെ സ്പെഷ്യൽ ഐറ്റം ആയിരുന്നു കേട്ടോ ഈവനിങ് ആയിട്ട് നമ്മൾ ഉണ്ടാക്കിയത്. അത് നിങ്ങളോട് ഷെയർ ചെയ്യാനാണ്. ഓക്കെ. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് ഇഞ്ചിയാണ് കേട്ടോ. അപ്പോൾ ഒരു ചെറിയൊരു നുള്ള ഇഞ്ചിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പം ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇതിനകത്ത് ആഡ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇൻഗ്രീഡിയൻസ്. ഇത് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കുക കേട്ടോ. നല്ല മിക്സ് ചെയ്തെടുക്കണം. നമ്മളിപ്പോൾ ഇത് കൈകൊണ്ട് തന്നെയാണ് കേട്ടോ കുഴയ്ക്കുന്നത്. അപ്പം നല്ല രീതിയിൽ നമ്മൾ മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു പരുവത്തിൽ നമ്മളിങ്ങനെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മൾ ഉപ്പ് നോക്കിയിട്ട് നമുക്ക് ഇഷ്ടമുള്ളത് ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്ത് അതും കൂടെ ഈ പരുവത്തിൽ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു പാനിനകത്ത് നമ്മൾ എണ്ണ ചൂടാക്കാനായിട്ട് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ എണ്ണ ചൂടാകുന്ന നേരം കൊണ്ട് നമുക്ക് ചമ്മന്തി അരയ്ക്കാനുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. അത് ചെറിയൊരു ജാറിനകത്ത് ഇട്ടിട്ടുണ്ട്. അതിനായിട്ട് ഒരു പകുതി സവാള നമ്മൾ അരിഞ്ഞ് ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു 2 പച്ചമുളകും കൂടി നമ്മൾ ഇതിനകത്തോട്ട് ചേർക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില ആഡ് ചെയ്യുന്നുണ്ട്. അപ്പം ഓരോരുത്തരുടെ എരിക്ക് അനുസരിച്ചാണ് കേട്ടോ മുളക് പൊടി നമ്മൾ പച്ചമുളക് ചേർക്കുന്നത്. പിന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചിയും കൂടെ നമ്മൾ ചേർക്കുന്നുണ്ട്. പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് നല്ല രീതിയിലൊന്ന് അടിച്ചെടുക്കുക. അപ്പോൾ നമ്മൾ സാധാരണ നമ്മൾ വടക്കൊക്കെ നമ്മൾ വെള്ള ചമ്മന്തിയാണല്ലോ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ ചമ്മന്തി അത് അരച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എണ്ണ നന്നായിട്ട് ചൂടായി. അപ്പോൾ ഇത് കണക്ക് ഒരു റൗണ്ടിന് ആക്കിയിട്ട് നമ്മളുടെ നടുക്കൊരു കുഴിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ എണ്ണയിലോട്ട് ഇടുക കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾക്ക് 4 എണ്ണം മാക്സിമം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പാനാണ്. അപ്പോൾ നമ്മൾ കുറച്ചായിട്ട് ഇങ്ങനെ ഓരോന്ന് പൊരിച്ചെടുക്കുകയാണ് കേട്ടോ. നമ്മൾ ആ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കടുക് വറുക്കണം കേട്ടോ. നമ്മൾ കുറച്ച് എണ്ണയിൽ നമ്മളെ വട നന്നായിട്ട് മൊരിഞ്ഞ് വരുന്നുണ്ടേ. ആ നേരം കൊണ്ടാണ് നമ്മൾ ബാക്കിയുള്ളതൊക്കെ ചെയ്യുന്നത്. നമ്മൾ ഒരു ഭാഗം വെന്തിട്ടുണ്ട്, നമ്മൾ തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ആ സമയം കൊണ്ട് നമ്മൾ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാം കേട്ടോ. നമ്മൾ ഈ കടുക് വറുത്ത് ചമ്മന്തിയിൽ ഒഴിക്കണ എണ്ണ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എണ്ണ ചൂടായിട്ട് വേറൊന്നുമില്ല, നമ്മൾ കടുകിട്ട് പൊട്ടിക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പിലയും ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. കറിവേപ്പിലയും കടുകും കൂടി ഇട്ടിട്ട് നമ്മൾ ചമ്മന്തിയിലേക്ക് ഒന്ന് ആഡ് ചെയ്യാം കേട്ടോ. പിന്നെ ഇതിനകത്ത് നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ല കേട്ടോ. അപ്പോൾ അതിന് നമുക്ക് ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പും കൂടി ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കൂടെ മിക്സ് ചെയ്യുമ്പോൾ നമ്മുടെ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വട നല്ല രീതിയിൽ മുരിഞ്ഞ് വന്നിട്ട് നല്ല ക്രിസ്പി ആയിട്ടാണ് കേട്ടോ നമ്മളെ വട വന്നിട്ടുള്ളത്.
അപ്പോൾ നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഈ വട റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ബാക്കിയുള്ളതും കൂടി ഇത് കണക്ക് ഉണ്ടാക്കിയെടുക്കാം. നമ്മൾ ചമ്മന്തി ഉണ്ട്, നമുക്കത് കണക്ക് തന്നെ മാവ് ഇത്ര ഇരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെതായ ആവശ്യത്തിനായിട്ട് നമുക്ക് വീണ്ടും ഇത് കണക്ക് പരത്തിയിട്ട് നടുക്കൊരു ഹോളൊക്കെ ഇട്ട് കൊടുത്ത് നമ്മൾ വട ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഇതിനിടയ്ക്ക് നമുക്കിനി ചായയും കൂടെ റെഡി ആക്കേണ്ടതുണ്ട്. അപ്പോൾ അതിനായിട്ടുള്ള പാലിതാ തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും അവിടെ നിന്ന് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. പാലിതാ തിളയ്ക്കാറായിട്ടുണ്ട്. അപ്പം നമ്മൾ തേയിലയൊക്കെ ഇട്ട് കൊടുത്ത് ചായ ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം ഫൈനലി നമ്മൾ വട എല്ലാം റെഡി ആയിട്ടുണ്ട്. നല്ല ക്രിസ്പി വടയാണ്. അപ്പോൾ ഇന്നത്തെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിരുന്നു കേട്ടോ ഇത്. അതിൻ്റെ കൂടെ നമ്മൾ സ്പെഷ്യൽ ചമ്മന്തിയും കൂടെ വെച്ചിട്ടുണ്ട് കേട്ടോ. വെള്ള ചമ്മന്തിയും കൂടെ നമ്മൾ അത് സൈഡിൽ വെക്കുകയാണ്. പിന്നെ ചായയും കൂടെ നമ്മൾ ഇന്നലെ സൈഡിലേക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈവനിങ് സ്നാക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമാവണം ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിടണേ. പിന്നെ വേറൊരു കാര്യം കേട്ടോ, നമ്മൾ ചായ ഞാൻ കുടിക്കാത്തതുകൊണ്ട് തന്നെ ആയിട്ടുണ്ട്. ചായ ഞാൻ കുടിക്കാത്തതുകൊണ്ട് തന്നെ ഞാനിപ്പം പാലാണ് കേട്ടോ ഇതിൻ്റെ കൂടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് അടിപൊളി കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.